ഒരു ഹൈന്ദവ സഹോദരന് വൃക്ക ദാനം ചെയ്ത് ക്രിസ്തീയ പൗരോഹിത്യത്തിന് പുതിയ വ്യാഖ്യാനവും കാരുണ്യത്തിന് പുതിയ ഭാവതലങ്ങളും നൽകിയ മഹത് വ്യക്തിയാണ് ഫാദർ ഡേവിസ് ചിറമ്മൽ. ജീവിതയാത്രയിൽ സ്നേഹഗീതം മീട്ടി സമൂഹത്തിൽ കാരുണ്യ നിലാവ് പരത്തിയ ഫാദർ ഡേവിസ് ചിറമ്മൽ വൈറ്റ് ലൈൻ വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ ഒരെത്തിനോട്ടം. മാനവ കാരുണ്യ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തിയുണ്ടായി. കിഡ്നി രോഗികളുടെ വീടുകളൊക്കെ സന്ദർശിച്ച് അച്ഛൻ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഒന്ന് വ്യക്തമാക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചത് ഈ രോഗത്തിന്റെ ഡെപ്ത് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരിട്ട് അവരുടെ മുഖത്ത് നോക്കി അവരുടെ വീട്ടിലിരുന്ന് അവരോടൊപ്പം ഭക്ഷിച്ച് അവരോടൊപ്പം കിടന്നുറങ്ങി മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ അവരുടെ വീടുകളിലേക്ക് പോയി. ചുട്ടുപൊള്ളുന്ന ആ വേനൽക്കാലത്താണ് ഞാൻ യാത്ര ചെയ്തത്. 4 മാസമായിട്ടുണ്ടായിരുന്നു എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ജനങ്ങൾക്ക് 2 സന്ദേശം കൊടുക്കാനായിരുന്നു. ഒന്ന്, ഈ കിഡ്നി കൊടുത്തതിന്റെ പേരില് ആയുസ് പോയി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക. അത് എന്നെ കണ്ടാലേ മാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 150ഓളം ഫങ്ഷൻസിൽ പങ്കെടുത്തിട്ടാണ് കാസർഗോഡ് തിരുവനന്തപുരം ഞാൻ യാത്ര ചെയ്തത്. അത് ഞങ്ങൾ കുറെ കൺവിൻസിങ് ആയി. ഒന്ന്. രണ്ടാമത്തത്, ഈ രോഗികളുടെ അവസ്ഥ സമൂഹം മനസ്സിലാക്കണം. രോഗികൾ മനസ്സിലാക്കിയ പോലെയോ സമൂഹം മനസ്സിലാക്കണം. ഇത്ര ഭീകരമാണല്ലേ ഈ ലൈഫ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഞാൻ അവരെ കണ്ട് അപ്പം തന്നെ സംസാരിക്കുമ്പോൾ ഈ ഓരോ മീറ്റിങ്ങുകളിൽ 100 കണക്കിന് വൃക്കരോഗികൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ ഇരുത്തിയിട്ട് മറ്റു സമൂഹത്തിൽ ഇതാണ് ഇവരുടെ അവസ്ഥ, ഇതാണ്, നിങ്ങളത് മനസ്സിലാക്കണം. ലൈവായിട്ട് കാണാതെ പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. അത് കുറേ മനുഷ്യരുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ വന്നു. ഒത്തിരി പേരെ സഹായിക്കാൻ തയ്യാറായി. അവർക്ക് വൃക്ക രോഗികൾക്ക് തന്നെ കോൺഫിഡൻസിൽ അവർ കൂടി ഞങ്ങളെ സഹായിക്കാൻ സമൂഹം ഉണ്ട് എന്നുള്ളൊരു ബോധ്യ തലത്തിലേക്ക് ഉയർത്താനായിട്ട് സാധിച്ചു. മാനവ കാരുണ്യ യാത്ര എന്ന് പേരിട്ട് തന്നെ യേശുദാസാണ്. ഞാന് ദാസേട്ടനെ കാണുന്നത് ഓപ്പറേഷന്റെ തലേദിവസമാണ്. ദാസേട്ടൻ ഭയങ്കരമായിട്ട് ആള് ഹൃദയത്തെ സ്പർശിച്ചു. അതേപോലെ ഞാൻ ഈ ഫാദറിന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവുന്നു. അങ്ങനെ എന്റെ ഓപ്പറേഷൻ 8:30 നടക്കുമ്പോൾ ദാസേട്ടൻ കാറിൽ സഞ്ചരിക്കുക ഞാൻ അറിഞ്ഞു. ദാസേട്ടൻ കാറിൽ എല്ലാവരോട് പറഞ്ഞു, ഫാദർ ഓപ്പറേഷൻ വീട്ടിലേക്ക് പോവാണ്, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് ദാസേട്ടൻ പറഞ്ഞു. അദ്ദേഹം അമേരിക്കൻ. അപ്പോ അദ്ദേഹം അതിനുശേഷം പിന്നെ എന്ത് കാര്യത്തിനും ഈ ഒരു കോസിന് വേണ്ടി നിൽക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സമൂഹത്തിലെ അതുപോലെ സുരേഷ് ഗോപി, കവിയൂർ പൊന്നമ്മ, അങ്ങനെ ഏത് വ്യക്തികളുടെ അടുത്ത് ചെന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് കിഡ്നി കൊടുക്കാണ്ട് ചെന്നിരുന്നെങ്കിൽ അച്ഛന് വേറെ പള്ളിയിൽ പണിയൊന്നും ഇല്ലല്ലേ, ഇങ്ങനെ ഈ പണിയായിട്ട് നടക്കാനല്ലേ എന്ന് ചോദിച്ചു പോയേനെ. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഒരു കർമ്മം ചെയ്തിട്ടാണ് ഇത് പോകുന്നത് കൊണ്ട് ഒത്തിരി പേര്, നമ്മളിപ്പോ ഉജാല രാമചന്ദ്രൻ, ഇവിടെ വികാനന്ദന്റെ കൊച്ചോസപ്പെട്ട് ഇവരൊക്കെ നമ്മൾ വിളിച്ചു. ഒത്തിരി പേര് നല്ല മനസ്സ് കാണിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു കിഡ്നി ഹോസ്പിറ്റലാണ് എന്റെ ടാർജറ്റ്, 19 കോടി രൂപയുടെ. ദൈവം നിശ്ചയിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ പറയുന്നതും പ്രവൃത്തി, അതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പല കാര്യങ്ങളും നടക്കാത്തത് നമുക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് നടക്കാത്തത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞാൽ ദൈവം അപ്പം തന്നെ നടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മെഡിക്കൽ സെന്റർ, കിഡ്നി ഹോസ്പിറ്റൽ ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാനവകാരുണ്യ യാത്ര ശരിക്കും മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ കാരുണ്യത്തിന്റെ ഒരു പ്രവാഹം തന്നെ ഒഴുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യത്തിനായിട്ട് പറയുകയാണെങ്കിൽ. ഇനി അച്ഛന്റെ പുസ്തകങ്ങളിലും പിന്നെ അച്ഛൻ പറയുമ്പോഴും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇനാഗുറേഷന് വേണ്ടി വന്നത് യേശുദാസാണ്. അതേപോലെ വളരെ അടുത്ത ബന്ധം സുരേഷ് ഗോപിയായിട്ടും കൈതപ്പുറമായിട്ടും ഒക്കെ അച്ഛനുണ്ട്. ഇവരുമായിട്ടുള്ള ബന്ധം അച്ഛന് എങ്ങനെ ഈ സാമൂഹ്യ മേഖലകളിലേക്ക്, സേവന രംഗങ്ങളിലേക്ക് അച്ഛന് വഴി പ്രചോദിപ്പിക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ ജീവൻ ടിവിയിലായിരുന്നപ്പോഴാണ് ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്. ഞാൻ 2 വർഷം ജീവൻ ടിവിയിലെ പ്രിൻസിപ്പൽ കോർഡിനേറ്റർ വർക്ക് ചെയ്തപ്പോഴാണ് ഈ സിനിമാ താരങ്ങളും ഈ മേഖലയിലെ സംവിധായകരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടായി. നമ്മള് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെയല്ല മനുഷ്യർ പലരെന്ന് തിരിച്ചറിയാനൊരു അവസരം ഉണ്ടായി. നമ്മൾ ഈ സിനിമാ സ്റ്റാറുകളൊക്കെ അവരിങ്ങനെ സിനിമ കളിച്ച് നടക്കണം. അവരുടെ ഉള്ളിലൊക്കെ എന്തുമാത്രം നന്മയുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ സിനിമയിൽ കാണുന്ന മുഖങ്ങൾ മാത്രമല്ല, അവരുടെ ഹൃദയത്തിലെ ആർദ്രതയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്തിരി തലങ്ങളുണ്ട്. പക്ഷെ ആ തലങ്ങളെ അല്ല സമൂഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. സമൂഹം ഹൈലൈറ്റ് ചെയ്യുന്ന അവരുടെ പാട്ടും അവരുടെ അഭിനയമൊക്കെ. അതിന്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട്, അതിന്റെ ഉള്ളിൽ കുറെ നന്മയുണ്ട്. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ പുസ്തകങ്ങളൊക്കെ അവരെ കുറിച്ചൊക്കെ എഴുതാനിടയാകുന്നത്. ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത വെച്ച് പുലർത്തുന്ന മഹാന്മാരായ കലാകാരന്മാരുണ്ട്. ഇത് മാത്രമല്ല, ഒത്തിരി പേര് എനിക്കിപ്പോ ബന്ധങ്ങളുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ ഒത്തിരി നന്മകളുണ്ട്.
പിന്നെ ഈ കിഡ്നി ഫെഡറേഷന്റെ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇനാഗ്രേഷൻ പ്രവർത്തന ഉദ്ഘാടനത്തിനാണ് ദാസേട്ടൻ വന്നത്. ഉദ്ഘാടനം നടത്തിയത് എന്റെ ഓപ്പറേഷനാണ്, ഉദ്ഘാടനം വേറെ ഇല്ല. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്തത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ ടേബിളിലാണ്. ഞാൻ തന്നെയാണ് കിടന്നു കൊടുത്തത്. ഉദ്ഘാടനം ചെയ്തത് ഒരു തരത്തിൽ ഞാനല്ല, ജോർജ് പി അബ്രാഹം എന്ന് പറയുന്ന ഡോക്ടറാണ് കത്രിക കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ കിഡ്നി ഫെഡറേഷന്റെ ഉദ്ഘാടനം നടത്തിയത്. 1015ാമത്തെ ഓപ്പറേഷൻ ആയിരുന്നു ആ ഡോക്ടർ നടത്തിയത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ 1015ാമത്തെ ഓപ്പറേഷനാണ് ഡോക്ടർ നടത്തിയത്. അതൊക്കെ ഒരു വലിയൊരു അത്ഭുതമാണ്. അത്രയും പരിചയ സമ്പന്നനായ ഒരു മനുഷ്യനാണ് എന്റെ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ദൈവം നിയോഗിച്ചതെന്നൊക്കെ പറയുമ്പോൾ ദൈവപരിപാലനയല്ലാതെ മറ്റൊന്നും ഇതിലില്ല. ദൈവം ഇപ്പോഴും ഈ ലോകത്തെ കരുതലോടെ സ്നേഹത്തോടെ കാണുന്നു, കരുതുന്നു എന്നുള്ളത് ഇതിൽ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. ഒരിക്കൽ കൂടി ഗോപിനാഥനിലേക്ക് തിരിച്ചു വരാം. ഗോപിനാഥന് അച്ഛൻ ഹൈന്ദവനായതുകൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് വീണ്ടും ചെയ്യുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ വർഗീയ പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അച്ഛൻ ഈ ഹൈന്ദവന് വൃക്ക കൊടുത്തപ്പോൾ മതമൈത്രിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എങ്ങനെ ഉപകരിച്ചു എന്നൊന്ന് വിശദീകരിക്കാം. ഇതല്ല, ഇവിടെ ഈ മതങ്ങൾ തമ്മിൽ യാതൊരു പ്രതിസന്ധി ഇല്ല. ഇത് എല്ലാ മനുഷ്യരും ഏത് മതസ്ഥരും ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ എത്രയോ മതങ്ങളുള്ളവരുടെ താമസിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഇതിന്റെ ഉള്ളിൽ കയറി വരുന്ന ഒരു വൈറസ് എലമെന്റ് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി പലരും പ്രവർത്തിക്കുകയാണ്. എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ ഞാൻ പറയുക, ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കരുത്. നമ്മുടെ വിശ്വാസങ്ങളൊക്കെ പരസ്പരം വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം അവിശ്വസിക്കാൻ വേണ്ടിയിട്ടാണോ വിശ്വാസം? വിശ്വാസത്തിനാ പരസ്പരം വിശ്വസിക്കാനാണ്, അല്ലാതെ അവിശ്വസിക്കാനല്ല. പിന്നെ ഈ മനുഷ്യർ തമ്മില് അങ്ങനൊരു മതങ്ങൾ തമ്മിലുള്ള എതിർപ്പൊന്നുമില്ല. മനുഷ്യരുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ക്രിസ്ത്യാനിയാണ്, നീ മുസ്ലിമാണ്, നീ ഹിന്ദുവാണെന്ന് പറയാണ്. അവന് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യർ തമ്മിൽ വളരെ സൗഹൃദമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഈ രാഷ്ട്രീയ മുതലെടുപ്പുകള്, സ്വാർത്ഥ മോഹങ്ങള്, ചില മനുഷ്യരുടെ മുതലെടുപ്പുകള് അത് ഒഴിവാക്കിയാൽ ഇന്ന് നമ്മുടെ ഭാരതത്തിലെ മതമൈത്രി വളരെ ഭംഗിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. പിന്നെ ഈ ഒരു കർമ്മം മനുഷ്യരുടെ സമൂഹത്തിലെ ഒരു പുരോഹിതൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത അവർ കണ്ടു. ഇതുവരെ ഒരു പുരോഹിതന് കൊടുത്തിട്ടില്ല. അങ്ങനെ അത് ഒരു പുരോഹിതൻ ഒരു ഹൈന്ദവന് കൊടുത്തല്ലോ എന്നുള്ളത് ചിന്തിക്കാനും, അതായത് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ഒരു പുരോഹിതൻ തയ്യാറായി എന്നുള്ളത് സമൂഹം അത് വളരെ താല്പര്യത്തോടും ഒരു പ്രത്യേക തരത്തിൽ അത് കാണാനിടയായത് മതമൈത്രിക്ക് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ 49ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. ഒരു പരിചയമില്ലാത്തൊരു മുസ്ലിം സഹോദരനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ ആഘോഷിക്കണം. ആള് 10-250 പേരെ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് ക്ഷണിച്ച് പായസം, കേക്ക്, ലാൻഡ് കോർപ്പറേഷൻ ചെയർമാനെ വിളിച്ച് അയാളുടെ വീട്ടിൽ ഗാനമേള ഡെക്കറേഷനൊക്കെ നടത്തിയിട്ട് ആള് ബർത്ത്ഡേ ആഘോഷിച്ചു. അയാൾ അടുത്ത വർഷത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ എന്നെ അച്ഛൻ വരണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം. അതുപോലെ തന്നെ ഒരു ഹൈന്ദവ സ്വാമി ഗുരുവായൂരിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അമ്പലത്തിലേക്ക് പറഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ 1000കണക്കിന് ആൾക്കാർ നാട്ടിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ വർഷങ്ങളായി മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മനുഷ്യനെ ഞാൻ അച്ഛനിലാണ് കണ്ടെത്തിയത്. അച്ഛന് എല്ലാ മാസവും അച്ഛന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും അച്ഛന് പെൻഷൻ അനുവദിക്കാന്ന് പറഞ്ഞിട്ട് 2220 വെച്ച് പെൻഷൻ, 12 ചെക്ക് പാസ്സാക്കി ആദ്യത്തെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇവരായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യരുടെ ഉള്ളിലേക്ക് മനുഷ്യരുടെ ആ ഒരു സ്നേഹത്തിന്റെ തലം ഉയർത്താൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാനുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ ഈ ലോകത്തിന് ഒന്നും കൊടുക്കാനുണ്ടാവില്ല. നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ ഈ ലോകത്തിന് ഒത്തിരി കൊടുക്കാനുണ്ട്. അത് മതമൈത്രി ആയിരിക്കാം, സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സുഗന്ധമായിരിക്കാം, ജീവിതത്തിന്റെ ഒരു വെള്ളി വെളിച്ചമായിരിക്കാം. ഇപ്പോ സഭ അല്ലെങ്കിൽ അച്ഛന്റെ സാഹചര്യങ്ങളുള്ളവര് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ഓപ്പറേഷനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓപ്പറേഷന് പോയത്. അതാർക്കും അറിയില്ല. പിന്നെ ഇപ്പൊ അതിനേക്കാൾ ആഴത്തിന് നേരിട്ടുള്ള അനുഭവങ്ങൾ കുറെ മനസ്സിലായി രോഗികളുടെ കയ്യിൽ. നമ്മൾ പുസ്തകത്തിൽ നിന്ന് നെറ്റിന്ന് വായിക്കുന്ന പോലെയല്ല, ജനങ്ങളുടെ ഉള്ളിൽ പല ലക്ഷണങ്ങൾ അതിനുള്ളത്. ഈ രോഗം വരുന്നതിന്റെ ലക്ഷണങ്ങൾ പോലും വ്യത്യസ്തങ്ങളാണ്. പിന്നെ സഭയുടെ ഭാഗത്ത് ഇപ്പോ ഒത്തിരി ക്രൈസ്തവ സമൂഹങ്ങളിലൊക്കെ ഇത് വലിയൊരു ഒരു സാക്ഷ്യമായിട്ട് ജനങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
അതിന്റെ കുറെ ഫലങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, കുറെ മാതൃകകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വൈദികൻ തന്നെ, എറണാകുളം ഒരു വൈദികൻ, ജോസഫ് കൊടി എന്നൊരു വൈദികൻ 27-ാം തീയതി സ്വന്തം ഇടവകയിലെ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് കിഡ്നി കൊടുക്കാൻ 28-ാം തീയതി ഓപ്പറേഷൻ ടേബിളിൽ കിടക്കാൻ പോകുന്നു. ഞാൻ ഓപ്പറേഷന്റെ തലേദിവസം പറഞ്ഞിരുന്നു, ഉറപ്പായിട്ടും ഈ ഓപ്പറേഷൻ 10 വൈദികരെങ്കിലും ഇങ്ങനെ കിഡ്നി കൊടുക്കാൻ ഒരു വർഷത്തിലൂടെ തയ്യാറാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്രക്കാർ പറഞ്ഞു കാണാൻ ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെങ്കിലും ഉണ്ടായി മതി, ഒരാളെങ്കിലും ഉണ്ടായല്ലോ, അത് തന്നെ വലിയൊരു നേട്ടമാണ്. ആ 30-ാം തീയതി തികയുന്നതോടുകൂടെ ഒരു വൈദികന്റെ കിഡ്നി ഒരു ഇടവകയിലൊരു ചെറുപ്പക്കാരനെ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഒത്തിരി പേര് കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ മാതൃകകള് സമൂഹത്തിന് ജയിപ്പിക്കാനായിട്ട് എടുക്കും. അച്ഛന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളിലേക്ക്, അച്ഛന്റെ കുടുംബ പശ്ചാത്തലം, പിന്നെ അച്ഛന്റെ കുട്ടിക്കാലം, പിന്നെ അച്ഛൻ അതിൽ നിന്ന് ഈ ഒരു സേവന രംഗങ്ങളിലേക്ക് വരാനുള്ള പ്രചോദനം ഒന്ന് പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനൊരു ചിന്തകളല്ല, നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ പള്ളിയിലൊക്കെ വിൻസെന്റ് പോൾ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അച്ഛൻ വൈദികനാവാനുള്ള പ്രചോദനം കൂടി ഒന്ന്. അത് ഇത്രയ്ക്കുള്ളൂ. അത് നമുക്കൊന്നും ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരു റോസാ ചെടിയോട് നിങ്ങൾ എന്നാണ് റോസാപ്പൂ ഉണ്ടാവാന്ന് ചോദിച്ചാൽ റോസാ ചെടി പറയും അതെനിക്കറിയില്ല, ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാന്ന് പറയാനേ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് ഒരു അവസരത്തിൽ ഇന്നലെ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ ഒരു സ്വാമിജി പറയായിരുന്നു, അതായത് നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയുന്നവനൊരു വിഡ്ഢിയാണെന്ന് പറയുന്നത്. കാരണം അങ്ങനെ പറയാൻ നിനക്ക് എന്താ അവകാശം? നാളത്തെ നിന്റെ ജീവിതം തന്നെ ഒരു തരത്തിലും നിന്റെ കയ്യിൽ ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ അച്ഛനാവാനുള്ള തീരുമാനം എന്ന് പറയുന്നത്, ഞങ്ങൾ 11 വർഷം സെമിനാരിയിൽ പഠിക്കുകയാണ്. 38 പേര് പോയിട്ട് 10 ആവണം അച്ഛനായത്. അപ്പൊ അവർക്കൊന്നും തീരുമാനമില്ല എന്നാണ് അർത്ഥം. അല്ല, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ വൈദികനാകുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യമായിരുന്നു. അത് നടന്നു. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ വിൻസെന്റ് പോളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ ഈ ആശുപത്രികളിൽ രോഗി സന്ദർശനത്തിന് പോക്ക്, അതൊക്കെ നമ്മൾ അറിയാതെ ആ ഒരു സ്പിരിറ്റ്. പിന്നീട് സെമിനാരിയിൽ വന്ന അച്ഛനായി വന്നതിന് ശേഷം ഞാൻ ഈ ആക്സിലേക്ക് കടക്കുമ്പോഴാണ്, ഈ അപകടം ഉണ്ടാകുന്നവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന ഈ പ്രസ്ഥാനം കടക്കുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ ഇതിനോട് താല്പര്യമുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. ചില നല്ല മനുഷ്യരിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ മനുഷ്യരായിരിക്കാം, പക്ഷെ അവരുടെ ഉള്ളിൽ വലിയ വലിയ ആദർശങ്ങളുണ്ട്. നമ്മൾ പറയും ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഓരോ സന്ദർഭങ്ങളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും നമ്മൾ പലതും പഠിക്കാനുണ്ട്, പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ രൂപപ്പെട്ടു വന്നത്. ഇത് എൻ്റെ ഒരു പ്രവൃത്തിയുടെ ഒരു മഹാത്മ്യമായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ഇത് അനേകം മനുഷ്യരുടെ സ്വാധീനങ്ങളുടെയും പ്രോത്സാഹനങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇങ്ങനൊരു കർമ്മം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് പേടിക്കാൻ പറ്റും, ഇത് ഓപ്പറേഷൻ, ഇത്ര വലിയ ഓപ്പറേഷൻ കൊണ്ട് എനിക്ക് യാതൊരു ചിന്തയുണ്ടായില്ല. ഓപ്പറേഷൻ നടന്നോട്ടെ, ബാക്കിയുള്ളവർക്കൊക്കെ വലിയ ടെൻഷനോ ആദ്യം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനെങ്കിലും പറയണം, പക്ഷെ പതുക്കെ നടക്കുക. ഞാൻ പറഞ്ഞു എന്തിനും പതുക്കെ നടക്കണേ. നമ്മൾ നല്ല കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ യാതൊരു ഭയശങ്കകളെ നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ എൻ്റെ ലൈഫ് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആകാശത്തിലേക്ക് നോക്കിയാൽ മാത്രമേ നക്ഷത്രങ്ങളെ കാണുള്ളൂ. നോക്കാത്തവന് ആകാശത്ത് നക്ഷത്രങ്ങൾ ഇല്ല. നോക്കിയവനോ നിറയെ നക്ഷത്രങ്ങളാണ്. ആരും ആകാശത്തേക്ക് നോക്കണേ? എല്ലാവരും ഭൂമിയിലേക്ക് നോക്കിയാണ് ഇറങ്ങണത്. ആകാശത്തേക്ക് നോക്കിയാലോ സുന്ദരമായ നക്ഷത്ര കൂട്ടങ്ങളെ കാണാം, പക്ഷേ നോക്കാൻ നേരമില്ല. ഇതേപോലെ സ്വന്തം കാര്യങ്ങൾ നോക്കാനേ ആൾക്കാർക്ക് നേരമുള്ളൂ. തൊട്ടപ്പുറത്തവന്റെ ജീവിതത്തിലേക്കോ അവന്റെ വേദനകളിലേക്കോ നോക്കിയാൽ നക്ഷത്രക്കൂട്ടങ്ങളെ കാണാം, പക്ഷെ അത് നോക്കാൻ നേരമില്ല. മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണാം, നിലാവുണ്ടാകും അവിടെ. അതൊക്കെ അനുഭവിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം നോക്കാതെ അവരന്റെ ജീവിതത്തിലേക്ക്, തത്വമസി എന്ന് പറയില്ലേ, അതായത് ഇത് ഞാൻ തന്നെയാണ്. ശരിക്കും എന്റെ മുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നിങ്ങൾ തന്നെയാണ് ഞാനെന്ന് മനസ്സിലാവും. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയാൽ എനിക്കറിയാം അത് നിങ്ങളല്ല, അത് ഞാൻ തന്നെയാണ്. അതാണ് തത്വമസി എന്ന് പറയുന്നത്. അത് ഞാൻ തന്നെയാണ്. വഴിയിൽ കിടക്കുന്ന മനുഷ്യനും അവിടെ ഇരിക്കുന്ന മനുഷ്യനും വേറെ ആളാണെന്ന് തോന്നരുത്. ആ തോന്നല് തെറ്റാണ്. ഞാൻ തന്നെയാണ് ആയിരിക്കുന്നത്. ഒരു വ്യത്യാസം, അത്ര തടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഉയരില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിറയില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവുണ്ടായാൽ ഈ ജീവിതം വളരെ അർത്ഥവത്വം, വളരെ സന്തോഷം.